ഒന്നാമതേ ആളുകൾ ഗ്രീഡിയാണ്. എത്ര കിട്ടിയാലും തീരൂല എന്നുള്ളത് മനുഷ്യൻ്റെ ഒരു എന്താ പറയുക ഒരു ബേസിക് ഇൻസ്റ്റിങ്ക്റ്റാണ്. എത്ര കിട്ടിയാലും അവനൊന്നും അറിയൂല. സോ നമുക്ക് വ്യൂ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഞാനിന്ന് ഇത്ര പൈസ ഉണ്ടാക്കി, ഞാനിന്ന് ഇത്ര ലക്ഷം രൂപ ഉണ്ടാക്കി, ഇത്ര എൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് ആയിരുന്നു എന്നുള്ള രീതിയിൽ നമുക്ക് അപ്രോച്ച് ചെയ്യാം. ആൻഡ് അതുപോലെ തന്നെ നമുക്കൊരു ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് ഇങ്ങനെ യൂസ് ചെയ്താൽ ഇത്ര പൈസ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ പറയാം. ബട്ട് എൻ്റെ ചാനലിൽ അല്ലെങ്കിൽ ആർട്ട് ഓഫ് ഓപ്ഷൻ ട്രേഡിൽ ഞാൻ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്തത് സൈക്കോളജി ആയിട്ടുള്ള വീഡിയോസാണ്. ആൻഡ് എൻ്റെ ഓഡിയൻസിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ വ്യൂസ് ഉള്ളതും സൈക്കോളജി ബേസ്ഡ് ആയിട്ടുള്ള വീഡിയോസിനാണ്. ട്രേഡിങ് എന്ന് പറയുന്നത് പ്രോപ്പർലി സൈക്കോളജി മാത്രമാണ്. സോ അതുകൊണ്ട് തന്നെ ഞാൻ നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് പ്രോപ്പർലി സൈക്കോളജി ബെസ്റ്റ് ആക്കി എടുത്തിട്ട് ഒരു ട്രേഡർ എങ്ങനെ ഒരു ട്രേഡറെ ബിൽഡ് ചെയ്യാമെന്നുള്ള രീതിയിലാണ്. ഇപ്പം ഞാൻ എൻ്റെ മാർക്കറ്റ് അനാലിസിസിൻ്റെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണെങ്കിൽ പോലും 10 മിനിറ്റിൻ്റെ വീഡിയോയിൽ മാർക്കറ്റ് അനാലിസിസിൽ 3 മിനിറ്റേ ഉണ്ടാവുള്ളൂ. 3 മിനിറ്റ് കൊണ്ട് പരിപാടി തീരും. ബട്ട് ബാക്കി 7 മിനിറ്റ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാർക്കറ്റിൽ എന്തായിരുന്നു നടന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ അടുത്ത ദിവസത്തേക്ക് അപ്രോച്ച് ചെയ്യേണ്ടത്. അതൊരിക്കലും സ്ട്രാറ്റജി അല്ല. നാളെ മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് പോലുമില്ല, എവിടെ ഓപ്പൺ ആവും എന്നും എനിക്കറിയില്ല. ബട്ട് ഞാൻ തിങ്ക് ചെയ്യുന്നത് എൻ്റെ ലോസിനെ എങ്ങനെ നിർത്താം, എൻ്റെ സൈക്കോളജിയെ എങ്ങനെ എന്താ പറയുക എൻ്റെ കൺട്രോളിൽ വെച്ചിട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. സോ ആർട്ട് ഓഫ് ഓപ്ഷൻ ട്രേഡിങ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സൈക്കോളജി മാത്രമാണ് എന്നുള്ളതേ ഞാൻ പറയുള്ളൂ. Investments in securities markets are subject to market risks. Read all the related documents carefully before investing.